നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് പോയി മരിച്ചു എന്നൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ആ വ്യക്തിക്ക് എന്താ ഒരു പ്രോബ്ലം അല്ലേ എന്ന് നമുക്ക് തോന്നും. ഇത് സത്യത്തിൽ ഒരു ഇൻസ്റ്റന്റ് തോട്ട് ആണോ സൂയിസൈഡൽ ടെൻഡൻസി? സൂയിസൈഡ് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഐഡിയേഷൻ സ്റ്റേജ്. ഇപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയാം, ഇപ്പോൾ ചാന്ദിനി വിഷ് ചെയ്യാന്ന് പറയില്ലേ, ചാന്ദിനി ഇപ്പൊ എന്ത് വിഷൊക്കെയാ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാളെ വിഷ് ചെയ്യുമ്പോൾ എന്തിനൊക്കെ ഒരാളെ വിഷ് ചെയ്യുക? നമ്മള് ബർത്ത്ഡേ വിഷ് ചെയ്യും, കൺഗ്രാറ്റ്സ് ചെയ്യും, ക്രിസ്മസ് വിഷ് ചെയ്യും, മാരീഡ് ലൈഫ് വിഷ് ചെയ്യും. പക്ഷെ സൂയിസൈഡ് വിഷ് ഉണ്ട്. അതായത് വെറുതെ ഇരിക്കുമ്പോൾ മരിക്കാൻ തോന്നുക. ഇപ്പൊ ചാന്ദിനി വെറുതെ ഇരിക്കുകയാണെങ്കിൽ മരിക്കാൻ തോന്നുക ഒരു വിഷാണ്, ഒരു ആഗ്രഹമാണ്. റീസൺ ഇല്ല. നമുക്കിങ്ങനെ വെറുതെ, നമുക്കിപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുണ്ട്, മരിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരിൽ ഒരു തോട്ട് വരാറുണ്ട്, ഐഡിയേഷൻസ്, വിഷുകൾ. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമൊന്നും വേണ്ട, മരിച്ചാൽ മതി. വെറുതെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മുടെ ഫാമിലിക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു ക്ലൂ ആണ്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇവർ പറയുന്നുണ്ടെങ്കിൽ ആ ഐഡിയേഷൻ സ്റ്റേജിൽ കൂടെയാണ് അവർ പലപ്പോഴും കടന്നു പോകുന്നത്. സൂയിസൈഡൽ ഐഡിയേഷൻസ്, സൂയിസൈഡൽ തോട്ട്. ഈ സൂയിസൈഡൽ തോട്ട് വരുമ്പോൾ ഇപ്പം നമ്മളും എന്തെങ്കിലുമൊക്കെ അമ്മയുടെ അടുത്ത് തല്ലിവിടുമ്പോൾ പറയും, മതി എനിക്ക് അവിടെ നിന്നിട്ട്, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ അതൊരു അമ്മ ചിലപ്പോൾ നമ്മളെ ചീത്ത പറഞ്ഞ് ചിലപ്പോൾ അതങ്ങോട്ട് പോവാം. പക്ഷേ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ മെൻ്റലി അവർക്കൊരു സപ്പോർട്ട് വേണം എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ആണത്. അത്രയും സൊസൈറ്റി മനസ്സിലാക്കണം.